എടാ പിന്നെ ഈ ഉഴുന്നുവടയൊക്കെ എങ്ങനെയാ തുള വീണത്? അതിന്റെ പിന്നിലൊരു ചെറിയ കഥയുണ്ട്. അതിനും കഥയാ? പിന്നല്ലാണ്ട് പറ കേക്കട്ടെ. പണ്ട് അടുക്കള ജീവിതത്തില് ഈ ഉഴുന്ന് വട വട്ടത്തിരിക്കണ ഒരു തുളയില്ലാത്ത ഒരു വടയായിരുന്നു. എന്റെ പേര് വടയൊന്നും അല്ല, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ വടയെന്ന് പറയാം. ഈ വടക്ക് അവിടെയുള്ളതിൽ ഏറ്റവും നല്ലൊരു കൂട്ടുകാരനായിട്ട് ഉണ്ടായിരുന്നത് ഇഡ്ഡലിയാണ്. ഇഡ്ഡലി ചേട്ടാന്നാണ് ഇവൻ വിളിക്കാറ് ഈ വട. ഇവർ രണ്ടുപേരും ഭയങ്കര കമ്പനി. അതായത് ഇപ്പൊ ഒരാൾക്ക് കഴിക്കാൻ കൊടുക്കുന്ന സമയത്ത് ഇഡ്ഡലിയും വടയായിട്ടാണല്ലോ കൊടുക്കാറ്. അപ്പൊ അതുകൊണ്ടിട്ട് ഇവർ ഭയങ്കര കമ്പനിയാണ് ഇവിടെ. ഈ ഇഡ്ഡലി ചേട്ടൻ ഭയങ്കര ഫലിതക്കാരനായിരുന്നു. ഇടക്കിടക്ക് ഓരോ ചളിയടി, അവിടെ എല്ലാവരെയും ചളിയടിച്ച് ചിരിപ്പിക്കാറുള്ള ഒരുത്തനാണ് ഈ ഇഡ്ഡലി ചേട്ടൻ. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം വട ഈ ഇഡ്ഡലി ചേട്ടന്റെ അടുത്ത് ഒരു കാര്യം ചോദിക്കണേ. അതായത് അവിടെ തേങ്ങ ഉണ്ടാവില്ല, അതായത് ചമ്മന്തി അരക്കാൻ വെച്ചേക്കണ തേങ്ങ. ഈ തേങ്ങക്ക് ഇഡ്ഡലി ചേട്ടനെ കണ്ടു കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ചമ്മലാണ്. അതെന്തിന് ചമ്മലി? അത് തന്നെ. അപ്പൊ അതെന്താണെന്ന് ഈ വട ഈ ഇഡ്ഡലി ചേട്ടന്റെ അടുത്ത് ചോദിക്കണേ. ഇഡ്ഡലി ചേട്ടാ, ഈ തേങ്ങ എന്താണ് ചേട്ടനെ കാണുമ്പോ ഇത്രക്ക് ചമ്മണം എന്താന്ന് ചോദിക്കണേ. അപ്പൊ നമ്മുടെ ഇഡ്ഡലി ചേട്ടൻ അവിടെ ഇരുന്ന് ചിരിച്ചിട്ട് പറയണേണ്, എടാ വടേ, അതിന് പിന്നിലൊരു സംഭവം ഉണ്ട്. ഈ തേങ്ങ ചാറായി കഴിഞ്ഞിട്ടുണ്ടല്ലോ, എന്നെ പ്ലേറ്റ് വെച്ചിട്ട് എപ്പോഴും വന്നിട്ട് എന്റെ ചന്തിയിലായിരിക്കും ഇവൻ ഒഴിക്കണത്, വീഴണത്. അപ്പൊ ഇവൻ അതിനുശേഷം തൊട്ട് ഇവന് ഭയങ്കര ചമ്മലാണ്. അപ്പൊ ഇവൻ സ്ഥിരമായിട്ട് ചാറായി കഴിഞ്ഞിട്ട് ചമ്മിക്കൊണ്ട് എന്റെ ചന്തിയിൽ വന്ന് വീഴും. അപ്പൊ അങ്ങനെ ഇവൻ ചമ്മിക്കൊണ്ട് എന്റെ ചന്തിയിൽ വന്ന് വീണുകൊണ്ടിട്ട് ഇവന് ഞാൻ ചമ്മന്തി എന്നും പറഞ്ഞൊരു പേരിട്ടെന്ന് ഈ ഇഡ്ഡലി ചേട്ടൻ വടയുടെ അടുത്ത് പറയണ. അപ്പൊ ഈ ചളി കേട്ടിട്ട് വട അവിടെ ഇരുന്ന് ചിരിയോട് ചിരി നിർത്താൻ പറ്റണില്ല. ഓ, ഇഡ്ഡലി ചേട്ടന്റെ ഒരു തമാശ എന്ന് പറയും, ഭയങ്കര ചിരി. അങ്ങനെ ചിരി 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 വടക്ക് വായടക്കാൻ പറ്റണ്ട്. ഇഡ്ഡലി ചേട്ടൻ എനിക്ക് എന്റെ വായടക്കാൻ പറ്റണില്ല. അപ്പൊ ഇഡ്ഡലി ചേട്ടൻ അവിടെ എന്ന് പറഞ്ഞു, എടാ വായടാ, എടാ വായടാ, എടാ വായടാ, വായടാ, വായടാ എന്ന് പറഞ്ഞ് പറഞ്ഞ് അതിലെ വായും ഡായും കൂടി ആയിട്ട് വടയെന്ന് അവനെ വിളിയായി. വായട വായട എന്ന് പറഞ്ഞിട്ട് അടക്കാൻ പറ്റാത്തൊരുത്തനായതുകൊണ്ടിട്ടാണ് വടയെന്നും പേര് വന്നത്. വായടക്കാൻ പറ്റാത്തോണ്ടിട്ട് അവന്റെ വായ വീർത്ത് അവളെ ഒരു തുളയി. അതിനുശേഷം പിന്നെ ഇവന് വായടക്കാൻ പറ്റിയിട്ടില്ല. ഇഡ്ഡലി ചേട്ടന്റെ ചളി കാരണമാണ് ഈ വടക്ക് തുള വന്നത്. അതിനുശേഷം വടക്ക് പിന്നെ തുളയില്ലാണ്ട് ഉണ്ടായിട്ടില്ല. ഈ എല്ലാ വടകൾക്കും വേണ്ടിയിട്ട് ഞാൻ ഒരു പാട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്റെ വടപ്പാട്ടിലോട്ട് പോവാം. തുള തുളയാ ഈ വടക്കുള്ളിലെന്നും കുഞ്ഞി തുളയാ തുളയാ, കുഞ്ഞി തുളയാ വട ഉരുട്ടുന്ന നേരം കുത്തിയിടുന്നു തുളകൾ. കുഞ്ഞി തുളയിട്ട വട മുക്കി പൊരിക്കുന്ന നേരം എണ്ണ ഓട്ടയിൽ കേറുന്നു, കറുമുറ മൊരിയുന്നു ഹോ 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 ഹൊയ്. തുള തുളയാ ഈ വടക്കുള്ളിലെന്ന് കുഞ്ഞി തുളയാ തുളയാ, കുഞ്ഞി തുളയാ വട ഉരുട്ടുന്ന നേരം കുത്തിയിടുന്നു തുളകൾ. കുഞ്ഞി തുളയിട്ട വട മുക്കി പൊരിക്കുന്ന നേരം എണ്ണ ഓട്ടയിൽ കേറുന്നു, കറുമുറ മൊരിയുന്നു ഹോ 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 ഹൊയ്. വടക്ക് തുള വന്ന കഥ മാത്രമല്ല ഇത്, ചമ്മന്തിക്ക് ചമ്മന്തി എന്ന് പേര് വന്നതും വടക്ക് വടയെന്ന് പേര് വന്നതിന്റെ കഥയും കൂടിയാണ്. ഇനി ഇതൊന്നും അറിഞ്ഞില്ലെന്ന് ആരും പറയരുത്.